അപ്പൊ ദേ ഇന്ന് സൺഡേ സ്പെഷ്യൽ ആയിട്ട് BDF ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ, ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പൊ ദേ ഞാൻ വലിയ പീസൊക്കെ ആയിട്ട് മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വലിയ ആർഭാടം ഒന്നുമില്ല. കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി അത്ര ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ലേശം വെള്ളം വറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ഇറങ്ങി വരും, എന്നാലും ഇനിയിപ്പോൾ കുറച്ച് വേവാൻ സമയം എടുക്കുമല്ലോ, അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവുന്ന വരെ വേവിച്ചെടുക്കണതാണ്. ചെറുതാണെങ്കിൽ ഞാൻ വിസിലടുപ്പിക്കാതെ വേവിച്ചെടുക്കും. ഒരു 20 മിനിറ്റ് വിസിലടുപ്പിക്കാതെ വെച്ചാൽ ചെറിയ പീസൊക്കെ വെന്ത് കിട്ടും. ഇതിപ്പം പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യമായതുകൊണ്ട് ഞാൻ വിസിലടുപ്പിച്ചെടുക്കാൻ പോവാം. ഒരു 2-3 വിസിൽ വന്നിട്ട് നോക്കാം. എന്തില്ലെങ്കിൽ ഒന്നുകൂടെ അടുപ്പിക്കാം. ഇതാ മൂടി വെച്ച് വേവട്ടെ. ഇതാകുമ്പോഴത്തേക്കും കാപ്പി കുടിച്ചിട്ട് വരാം. 3 പ്രാവശ്യം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ വെന്തോളും, അപ്പോൾ പാകമാവും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്ന് ഇതാണ് എൻ്റെ കട്ടിങ് ട്രേ. ഇതാകുമ്പോൾ നല്ല ചൂടാണ്, ഇതൊന്ന് ആറട്ടെ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ എൻ്റെ കട്ടിങ് ട്രേ എടുത്തിട്ടുണ്ട്. ഇത് മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വെന്താലുവിനുള്ളതാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് ഇതിനുള്ളതാണ്. നമ്മുടെ BDFനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്താലും ഒന്ന് വെച്ചേക്കാന്ന് വെച്ചു. അപ്പോൾ അതേ സവാളയൊക്കെ അരിയാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ സവാള നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അരഞ്ഞു പോകും, വെള്ളം പോലെ. അതുകൊണ്ട് ഞാൻ ചെറിയ പീസായിട്ട് വാങ്ങി. ബീഫ് സ്ലൈസ് ആക്കി മുറിക്കാതെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അത് വളഞ്ഞു പോകും. ഇതാ അപ്പോൾ അതേ നമ്മുടെ ബീഫ് സ്ലൈസസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും ആക്കുന്നില്ല കേട്ടോ, ഇതിലോട്ട് തന്നെ ഇടുവാണേ. ഒരു ലേശം ഉപ്പ് ഓൾറെഡി പിടിച്ചിട്ടുണ്ട് ഇതിൽ, അതുകൊണ്ട് അധികം ഒന്നും വേണ്ട, ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. ഇതാ ലേശം മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, ഇതാ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇട്ടാൽ നല്ല ചുവന്ന കളർ കിട്ടും, കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെന്താ ഗരം മസാലപ്പൊടി, ഇതാ ലേശം പെരുംജീരകം ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കോൺഫ്ലോർ. അധികം ഒന്നും വേണ്ട കേട്ടോ, ഇച്ചിരി മതി. ഒത്തിരി ആയാൽ ശരിയാവില്ല. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി കേട്ടോ. ഞാനതൊന്ന് ചതച്ചെടുക്കട്ടെ. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാവേ. പേസ്റ്റ് അല്ല, ചതച്ചതാണ്. കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 10-15 മിനിറ്റ് വെക്കുള്ളൂ. അപ്പോൾ അതാണ്ട് മുരിങ്ങത്തൊലി കിട്ടി ഗായ്സ്. അപ്പോൾ ഇനി മുരിങ്ങത്തൊലി കടുകും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും വിനാഗിരി ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പം ഇതൊന്ന് ചിരണ്ടി ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ടെ. ഇതാ ഈ മിക്സിയിലേക്ക് മുരിങ്ങത്തൊലി ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു,
ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താലും മതി കേട്ടോ. പക്ഷെ ഇതിൻ്റെ അകത്ത് കടുക് ഇടുമ്പോൾ കടുക് അരയണമെങ്കിൽ കുറച്ച് കട്ടി എന്തെങ്കിലും വേണമല്ലോ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് നമ്മൾ പൊട്ടിക്കണില്ല, എന്തായാലും കടുക് അരയ്ക്കുകയാണ്. ലേശം വിനാഗിരി ഒഴിച്ച് അരച്ചെടുക്കാം. നല്ലവണ്ണം ചതച്ചെടുക്കാവേ. പച്ചമുളക് വേണേൽ പച്ചമുളക് ഇട്ട് അരച്ചെടുക്കാം. സവോള കൂടെ മിക്സ് ചെയ്താൽ കുറച്ചുകൂടി അരഞ്ഞു കിട്ടും. പക്ഷേ സവോള വെള്ളം പോലെ ആയിപ്പോകും, അതുകൊണ്ട് ഞാൻ ഇടാത്താണേ. ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കുക്കർ കഴുകിയൊന്നുമില്ല കേട്ടോ, ആ ബീഫിൽ തന്നെയാണ് വെക്കണേ. അപ്പോൾ അരച്ചെടുത്തോണ്ട് വന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. നല്ല കുക്കിംഗ് ബ്ലോഗുകാർ ചെയ്യുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. എനിക്ക് എളുപ്പം എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണില്ല, ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഈ സാധനങ്ങൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്താലും മതി. ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. സവാള, ഇഞ്ചി, പച്ചമുളക്, കടുക് അരച്ചത്, മുരിങ്ങത്തുള്ളി അരച്ചത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് വഴറ്റിയെടുക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ദാ നമുക്കിത് നല്ല ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ടേ ഇത് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരട്ടെ. എരിവിറച്ചി എന്നാണ് കേട്ടോ കൊച്ചിക്കാർ ഇതിനെ വിളിക്കുന്നത്. അപ്പം ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ചോറിനല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് വിന്താലു വെക്കുവാണെങ്കിൽ ചപ്പാത്തിക്കും കൂട്ടാം. പിന്നെ എരിവിറച്ചി അല്ലെങ്കിൽ വിന്താലു നമ്മൾ വല്ലപ്പോഴും വെക്കാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നുറുക്കിക്കോണാണ് വരുന്നത്. അപ്പോൾ വലുതായിട്ട് നുറുക്കി ഇത്തരം വലിയ കഷ്ണങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് വിന്താലു ഉണ്ടാക്കാൻ കാണാനൊരു ഭംഗിയുള്ളൂ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ കാശ്മീരി മുളക് പൊടി ഇല്ല, ഞാനതുകൊണ്ട് നല്ല എരിവുള്ള മുളക് പൊടി ഒരു 4 സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മീൻ കറി വെക്കുന്ന പോലെ മീൻ കറിക്ക് 4 സ്പൂൺ ഞാനങ്ങിടും. അപ്പം അങ്ങോട്ട് നല്ലോണം പുകയട്ടെ. ഗരം മസാല, ലേശം മല്ലിപ്പൊടി പേരിന്, ഇപ്പം നല്ല ചുവന്ന കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ ആയില്ലേ. കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ അതിലൊഴിച്ചത്രയും പോരാ, നല്ല പുളി വേണം. അപ്പോൾ കുറച്ചും കൂടി വിനീഗർ ഒഴിച്ചിട്ട് പിന്നെ അതാണ് നമ്മുടെ ബീഫ്. ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം. 2 സ്പൂൺ. 2 സ്പൂണിനാകുമ്പോൾ 1.5 സ്പൂൺ ഉണ്ടാവുള്ളൂ. അത്ര ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ ബീഫിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വന്നോളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി റെഡി. ആ മുരിങ്ങത്തൊലിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്, വിന്താലുവിൻ്റെ. പച്ചക്കറിവേപ്പില ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണങ്ങിയ കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. 20 മിനിറ്റ് അടുപ്പിക്കാതെ വേവിച്ചെടുക്കും. വിന്താലും അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 മുരിങ്ങയില ഇടുക. മുരിങ്ങയിലയാണെങ്കിൽ കിട്ടി. ഇതാ അപ്പോൾ അതേ മുരിങ്ങയിലയ്ക്ക് ഒരു പച്ചക്കളർ വന്നപ്പോൾ ഒരു ഭംഗിയില്ലേ. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോരുവാണേ. ഓക്കെ,
നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയായി. എന്തായാലും മുരിങ്ങയിലിട്ട് നമുക്ക് ഇതൊന്ന് ഗാർണിഷും കൂടെ ചെയ്തേക്കാം. അപ്പോൾ അതാ നമ്മുടെ ബിന്ദാലു റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബീഫ് ബിന്ദാലു ഒക്കെ റെഡി ആയിട്ടുണ്ട്, പാകത്തിനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ, ഇപ്പം ഫുഡൊക്കെ നമ്മൾ വെച്ച് കഴിക്കുകയാണെങ്കിൽ, കൊണ്ടുപോവുകയൊക്കെ ആണെങ്കിൽ നമുക്കിത് കുറച്ച് ദിവസത്തേക്കൊക്കെ ഇരുന്നോളും കേട്ടോ. വിനാഗിരിയൊക്കെ ഒഴിച്ച് വെച്ചേക്കുന്നുണ്ട്, നല്ലോണം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റി. അപ്പോൾ ബിന്ദാലും റെഡിയായി, ബീഫ് ഡ്രൈ ഫ്രൈയും റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഊണ് കഴിക്കാറായി. ഹാപ്പി സൺഡേ.